+1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് സിംഗിൾ വിൻഡോ സിസ്റ്റം വഴി അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിന്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് +1 പ്രധാനമായിട്ടും 3 സ്ട്രീമുകളാണ് വരുന്നത്. കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ്. ഈ 3 സ്ട്രീമുകളിലായിട്ട് 45ഓളം സബ്ജക്റ്റ് കോമ്പിനേഷൻസ് വരുന്നുണ്ട്. അതായത് സയൻസിലാണെങ്കിൽ 9 സബ്ജക്റ്റ് കോമ്പിനേഷൻസ് വരുന്നുണ്ട്. കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ബയോളജി സയൻസ്. ഇനി ബയോളജി സയൻസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ 9ഓളം സബ്ജക്റ്റ് കോമ്പിനേഷൻസ് വരുന്നുണ്ട്. ഇനി കൊമേഴ്സിലേക്ക് വരികയാണെങ്കിൽ കൊമേഴ്സിൽ 4 സബ്ജക്റ്റ് കോമ്പിനേഷൻസ് ആണ് വരുന്നത്. അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇനി ആ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ വേണമെങ്കിൽ മാത്സ് വരും. അങ്ങനെ 4 സബ്ജക്റ്റ് കോമ്പിനേഷൻസ്. ഇനി ഹ്യൂമാനിറ്റീസിലേക്ക് വരികയാണെങ്കിൽ അവിടെ 32ഓളം സബ്ജക്റ്റ് കോമ്പിനേഷൻസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്. അങ്ങനെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അവിടെ മാറ്റി കഴിഞ്ഞാൽ അങ്ങനെ ഏകദേശം 32ഓളം സബ്ജക്റ്റ് കോമ്പിനേഷൻസ് എവിടെയും വരുന്നുണ്ട്, ഹ്യൂമാനിറ്റീസിലും വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഏതൊക്കെ സ്കൂളിലാണ് ഏതൊക്കെ കോമ്പിനേഷൻസ് ആണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അതിന് നിങ്ങൾക്ക് സ്കൂൾ കോഡ് അറിയേണ്ടതുണ്ട്, അതേപോലെ തന്നെ സബ്ജക്റ്റ് കോഡും അറിയേണ്ടതുണ്ട്. അതിനായി www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്കൂൾ ലിസ്റ്റ് ഉണ്ടാവും അവിടെ. ആ സ്കൂൾ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡിസ്ട്രിക്റ്റിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്ട്രിക്റ്റിലുള്ള മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ലിസ്റ്റും നിങ്ങൾക്ക് അവിടെ കിട്ടും. ആ ലിസ്റ്റിൽ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേരുണ്ടാവും, അതിന്റെ കോഡ് ഉണ്ടാവും, ആ സ്കൂളിലുള്ള സബ്ജക്റ്റ് കോമ്പിനേഷൻസിന്റെ കോഡും കൂടി ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടും നിങ്ങൾ ഏത് സ്കൂളിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഏത് കോമ്പിനേഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മുൻഗണനാ ക്രമത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കാം എന്നുള്ളതാണ്. അതിനുള്ള സഹായത്തിനായിട്ട് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ സബ്ജക്റ്റ് കോമ്പിനേഷനും അതേപോലെ തന്നെ ആ ലിങ്കും ഇവിടെ കൊടുക്കാം. ഓക്കെ.